ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാർത്തിയാണേ. ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ചകളായി. അന്നൊന്നും ഈ ബനാന ചിപ്സിൻ്റെ, അതായത് കായവറവിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഇപ്പം എന്താ എന്ന് തോന്നിയില്ലേ? കാരണം ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ, അതുകൊണ്ടാണ്. ഓണം കഴിഞ്ഞിട്ടാണോ ഉപ്പേരി തിന്നാൻ കൊതി? അതൊന്നല്ല. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക്, വേറെ ആരല്ല, എൻ്റെ സ്വന്തം പ്രിയതമന് വേണ്ടിയിട്ടാണേ. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ പേരുണ്ട് കേട്ടോ ഇതുപോലെ ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡാഡി ഗിരിജ, അതായത് എൻ്റെ അച്ഛൻ, 2 ദിവസം മുമ്പ് ഒരു വർക്കിന് വേണ്ടിയിട്ട് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പറമ്പിൽ നടത്തുന്ന കൃഷി സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഈ നാടൻ നേന്ത്രക്കായ കൊണ്ടുവന്നത്. അപ്പോൾ വിചാരിച്ചു, എന്തിനാണ് നമ്മൾ വേറെ മേടിക്കാൻ നിൽക്കുന്നത്? നല്ല നാടൻ കായ ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, പാകത്തിന് ചെനച്ച് മൂപ്പത്തിയത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു കഴിക്കാമല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല സുഹൃത്തുക്കളെ, നമ്മുടെ നേന്ത്രക്കായ എടുക്കുന്നു, തോലൊക്കെ എടുത്ത് അടർത്തി കളയുന്നു. അതിന് മുമ്പേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റുകയാണെങ്കിലേ കയ്യിലധികം കറ പിടിക്കില്ല കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തോല് കളയുന്ന നേന്ത്രക്കായ അതിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ചെറിയതായിട്ടൊന്ന് ഉരച്ചരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പൊക്കോളും. പിന്നെ നമ്മൾ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പഴയൊരു നല്ല വൃത്തിയുള്ളൊരു മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കൊടുത്ത് കളയാം. ഇത് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതുപോലത്തെ കട്ടർ ഉണ്ടെങ്കിൽ സുഖം കേട്ടോ. അപ്പോൾ ഒരേ ഈവൻ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടേ. കത്തിയോട് മുറിച്ച് ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്, ഒന്നും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത രീതിയിലൊക്കെ വരും. എൻ്റെ കാര്യമാണേ, എക്സ്പെർട്ടായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയത്. കട്ട് ചെയ്ത് നല്ല നൈസായിട്ട് കിട്ടി കേട്ടോ. ഈ നേന്ത്രക്കായ പൊളിക്കുമ്പോഴേ കിട്ടണ ആ തോലുണ്ടല്ലോ, ആ തോല് നമ്മൾ കളയൊന്നുമില്ല കേട്ടോ. നമ്മളതെടുത്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ അത് പയറിൻ്റെ കൂടെയോ മുതിരയുടെ കൂടെയോ ഇട്ട് വേവിച്ചിട്ട് അത് നല്ല വെള്ളുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ഇടിച്ച മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കാച്ചിയെടുക്കണോ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ തൃശ്ശൂർ കുത്തിക്കാച്ചാന്നാണ് കേട്ടോ പറയുക ഇതിനെ. കഞ്ഞിരിക്കില്ല, നമ്മളുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. കട്ട് ചെയ്തത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബൗളിൽ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് വെക്കുക കേട്ടോ. കട്ട കുത്താണ്ട് ഇളക്കി നല്ലപോലെ ലയിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് വേറെ ഒന്നിനല്ല, നമുക്ക് ഈ ഉപ്പേരിയിലേക്ക്, അതായത് ചിപ്സ് ഉണ്ടാക്കണതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അതായത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ പാകത്തിനുള്ള ഉപ്പും ഒരു യെല്ലോ കളറും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പരീക്ഷണങ്ങൾ വീണ്ടും അടുപ്പിൽ തന്നെയാണ് കേട്ടോ, വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി ചൂടായാൽ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ, അതായത് നമ്മുടെ നാടൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പുകയൊക്കെ വന്നിട്ടാണ് കേട്ടോ അതിൽ ക്യാമറയിൽ കാണുന്നില്ല. അപ്പോൾ അതൊന്ന് എണ്ണയൊക്കെ, അതായത് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായയുടെ അതിങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുക, കാരണം നൈസായിട്ടല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ കുറേശ്ശൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറക്കി വീഴ്ചയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വേവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതയും കേട്ടോ. എന്താ പറയുക, നല്ല കുമ്പള പോലെ ഇങ്ങനെ പതഞ്ഞ് വരുവേ. അപ്പോൾ ഈ പതയൊക്കെ ഒന്ന് ഒതുങ്ങുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഉപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയിലും വെള്ളം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഒരു 3 ടീസ്പൂണോളൊന്ന് ഒഴിച്ച് കൊടുക്കാം. കൂടാൻ പാടില്ല കേട്ടോ, നമുക്കത് ഉപ്പ് പിടിക്കും വേഗം തന്നെ. അപ്പോൾ തീയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, അധികം കുറയ്ക്കാൻ പാടൊന്നുമില്ലേ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് ഉപ്പ് നന്നായി വലിച്ചെടുക്കും. എനിക്ക് ഈ ശർക്കര വരട്ടിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഇത്. അതിനാകുമ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ, അത് അധികം കഴിക്കുമ്പോൾ ഒരു മട്ടിപ്പ് തോന്നാനും അതിനേക്കാളും താല്പര്യമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിപ്സ്. പക്ഷേ ഇതിനേക്കാളും ഇഷ്ടമാണ് ഇതിൻ്റെ തന്നെ പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കില്ലേ, മധുരത്തോട് കൂടിയിട്ടുള്ളത്.
അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അപ്പോൾ തോന്നും ശർക്കര വരട്ടിക്ക് മധുരമല്ലേന്ന്, പക്ഷെ അതല്ല, നാച്ചുറലി ഉണ്ടാവുന്ന മധുരം ഉണ്ടല്ലോ, അതായിരിക്കുമല്ലോ ബനാനയിൽ ഉണ്ടാവുക. അതും അല്ലാണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണം നമ്മൾ വ്യത്യാസമില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഓട് എന്നൊക്കെ പറയാം, അതായത് ആദ്യത്തെ സെറ്റ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ പാത്രത്തിലേക്ക് വീഴുമ്പോൾ തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ, ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഞാനത് ആ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഒടിച്ച് നോക്കിയതാണ് കേട്ടോ. ചൂടുണ്ട്, പൊള്ളുന്നുണ്ട്, എന്നാലും ഒന്ന് കറുമുറി വെച്ച് നോക്കിയേ. അപ്പോൾ കുഴപ്പമില്ല, നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി അതുപോലെ എടുത്ത് ഒടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുറുക്കം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല പാകത്തിന് ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫോട്ടോഷൂട്ട് ആയാലോ.